ആദിത്യ ധറിന്റെ സംവിധാനത്തിൽ രൺവീർ സിംഗ് നായകനായ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സ്പൈ ആക്ഷൻ ചിത്രമാണ് ദുരന്തർ 2 ദി റിവഞ്ച്. ഈ സിനിമയുടെ പെയ്ഡ് പ്രിവ്യൂസ് ഇന്ന്, അതായത് 2026 മാർച്ച് 18 തുടങ്ങി. മാർച്ച് 19-നാണ് ചിത്രം ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നത്. ചിത്രം അഡ്വാൻസ് ബുക്കിംഗ് റെക്കോർഡുകൾ തകർത്തെറിഞ്ഞു എന്ന് പറയാം. ലോകമെമ്പാടുമുള്ള പ്രീ സെയിൽസിലൂടെ 200 കോടി രൂപയിലധികമാണ് ഇതിനോടകം നേടിയത്. ഇത് റിലീസിന് മുൻപേ തന്നെ രൺവീർ സിംഗിന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 7ാമത്തെ ചിത്രമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിലെ മുൻനിര ഓൺലൈൻ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമായ ബുക്കമൈഷോയ്ക്കും ഈ വിജയത്തിൽ വലിയ പങ്കുണ്ട്. ദുരന്തർ 2-ന് വേണ്ടി 14 ലക്ഷം ടിക്കറ്റുകളാണ് അവർ വിറ്റഴിച്ചത്. ഇത് ഷാരൂഖ് ഖാന്റെ 2023-ലെ സൂപ്പർ ഹിറ്റ് ചിത്രം ജവാൻ നേടിയ റെക്കോർഡ് പോലും മറികടന്നുകൊണ്ടാണ് ബുക്കമൈഷോ എക്കാലത്തെയും വലിയ ഈ നേട്ടം സ്വന്തമാക്കിയത്. റിലീസിന് മുന്നേയുള്ള ഈ മികച്ച പ്രകടനം ഈ ചിത്രത്തിനായുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. 2025 ഡിസംബർ 5-ന് റിലീസ് ചെയ്ത വിമർശക പ്രശംസയും ബോക്സ് ഓഫീസ് വിജയവും നേടിയ ആദ്യ ഭാഗം ദുരന്തർ ആഗോളതലത്തിൽ 1000 കോടിയിലധികം കളക്ഷൻ നേടിയിരുന്നു. അതിന്റെ രണ്ടാം ഭാഗമാണ് ഈ ചിത്രം. ഈ സിനിമയുടെ ഇന്ത്യയിലെ അഡ്വാൻസ് ബുക്കിംഗ് കളക്ഷൻ മാത്രം 88.2 കോടി രൂപയാണ്. കൂടാതെ വിദേശത്തുനിന്ന് 93 കോടി രൂപയുടെ പ്രീ സെയിൽസും കിട്ടിയിട്ടുണ്ട്. പെയ്ഡ് പ്രിവ്യൂസിൽ നിന്ന് മാത്രം ഏകദേശം 40.54 കോടി രൂപ മുതൽ 43 കോടി രൂപ വരെയാണ് മൊത്തം വരുമാനത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യ ദിവസത്തെ കളക്ഷൻ ഇതിനോടകം 24.50 കോടി കടന്നിരിക്കുകയാണ്. ആദ്യ ദിവസം 6.25 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റുപോയത്. ഈ മികച്ച പ്രകടനം കാണുമ്പോൾ ദുരന്തർ 2-ന് 100 കോടിക്ക് മുകളിൽ നെറ്റ് ഓപ്പണിംഗ് നേടാൻ കഴിയുമെന്നാണ് ഇപ്പോഴത്തെ പ്രവചനങ്ങൾ. ബോളിവുഡിലെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഓപ്പണിംഗ് കളക്ഷൻ നേടുന്ന ചിത്രമായി ഇത് മാറിയേക്കാം. CBFC, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, 21 തിരുത്തലുകൾക്ക് ശേഷം സിനിമയ്ക്ക് എ സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. 3 മണിക്കൂർ 49 മിനിറ്റും 6 സെക്കൻഡുമാണ് ഈ സിനിമയുടെ ദൈർഘ്യമെന്നും അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഈ വലിയ വിജയത്തിനിടയിലും സിനിമയ്ക്ക് തുടക്കത്തിൽ ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. സാങ്കേതിക പ്രശ്നങ്ങളും കണ്ടന്റ് എത്തിക്കുന്നതിലെ തടസ്സങ്ങളും കാരണം ചില സ്ഥലങ്ങളിൽ ഹിന്ദി ഒഴികെയുള്ള ഭാഷകളിലെ പെയ്ഡ് പ്രിവ്യൂകൾ റദ്ദാക്കേണ്ടി വന്നു. ടിക്കറ്റ് പണം തിരികെ നൽകേണ്ടി വന്നതുകൂടാതെ വിതരണക്കാർക്കും നിർമ്മാണ കമ്പനിക്കും ഏകദേശം 2.25 കോടി രൂപയിലധികം നഷ്ടമുണ്ടാക്കുകയും ചെയ്തു. ഉദാഹരണത്തിന് മലയാളം, കന്നഡ പതിപ്പുകളുടെ റിലീസ് വൈകി. ഇവയുടെ പ്രദർശനങ്ങൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. എങ്കിലും ഈ തിരിച്ചടികളൊന്നും പ്രേക്ഷകരുടെ ആവേശം കെടുത്താൻ പര്യാപ്തമായില്ല. റദ്ദാക്കിയ പല ഡബ്ബിംഗ് ഷോകൾക്കും പകരം ഹിന്ദി പതിപ്പ് പ്രദർശിപ്പിച്ചത് ആളുകൾ ഇരുകയും നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഉൾപ്പെടെ പല ഭാഷകളിലായിട്ടാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. PVR INOX അടക്കമുള്ള പ്രധാന സിനിമാ ശൃംഖലകൾ ദുരന്തർ 2 എന്ന ചിത്രത്തിൽ നിന്ന് വലിയൊരു വരുമാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യ ഭാഗമായ ദുരന്തർ വിതരണം ചെയ്ത PVR INOX-നെ സംബന്ധിച്ചിടത്തോളം 2026-ൽ തങ്ങളുടെ വളർച്ചയ്ക്ക് ഈ രണ്ടാം ഭാഗം ഒരു നിർണായക ഘടകമായാണ് കാണുന്നത്. പ്രത്യേകിച്ചും തിയേറ്റർ വ്യവസായം ഇപ്പോഴും പതിയെ പഴയ നിലയിലേക്ക് തിരിച്ചുവന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത് വളരെ പ്രധാനമാണ്. കമ്പനി സ്ക്രീനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും പ്രീമിയം ഫോർമാറ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ലക്സ് പോലുള്ള പ്രത്യേക തിയേറ്ററുകളിലെല്ലാം നല്ല തിരക്കുണ്ട് താനും. ആദ്യ ദുരന്തർ ആക്ഷൻ രംഗങ്ങളിലൂടെ ഏറെ ശ്രദ്ധ നേടിയ ചിത്രമായിരുന്നു. പക്ഷേ യഥാർത്ഥ സംഭവങ്ങളെ ഫിക്ഷനുമായി കൂട്ടിച്ചേർത്തതിന്റെ പേരിൽ വലിയ വിമർശനങ്ങളും നേരിട്ടിരുന്നു. ബലൂച്ച് വിഭാഗവുമായി ബന്ധപ്പെട്ട് ചില വിവാദപരമായ കാര്യങ്ങൾ കാരണം ഗൾഫ് സഹകരണ കൗൺസിൽ GCC രാജ്യങ്ങളിൽ ഈ സിനിമയ്ക്ക് നിരോധനവും നേരിടേണ്ടി വന്നിരുന്നു. ദുരന്തർ 2-നിറങ്ങിയപ്പോൾ തന്നെ ഗംഭീര പ്രതികരണമാണ് കിട്ടിയത്. പ്രത്യേകിച്ച് സംവിധായകൻ രാംഗോപാൽ വർമ്മ ആണെങ്കിൽ ഒടുക്കത്തെ ആവേശത്തോടെയാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത്. അദ്ദേഹം ഈ സിനിമയുടെ വ്യാകരണത്തെ പൊളിച്ചെഴുതുന്ന ഒന്നാണെന്ന് പ്രശംസിച്ചു. ഇതിന്റെ മൊത്തത്തിലുള്ള ഇമ്പാക്ട് ഷോലെ X100 ലെവലിലുള്ള ഗംഭീര അനുഭവമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്റ്റീവൻ സ്പിൽബർഗിനെയും ക്രിസ്റ്റഫർ നോളനെയും പോലുള്ള ലോകപ്രശസ്ത സംവിധായകരോട് പോലും ഈ സിനിമ എന്തായാലും കണ്ടിരിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുക പോലും ചെയ്തു. രൺവീർ സിംഗിന്റെ ഇരട്ട വേഷത്തിനൊപ്പം സഞ്ജയ് ദത്ത്, ആർ. മാധവൻ, അർജുൻ രാംപാൽ, സാറ അർജുൻ എന്നിങ്ങനെ ഒരു ഗംഭീര സഹതാരനിരയും സിനിമയിലുണ്ട്. ദുരന്തർ 2 ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമാറ്റിക് സംഭവങ്ങളിലൊന്നായി മാറുമെന്നുറപ്പാണ്. വലിയ ബോളിവുഡ് ചിത്രങ്ങൾക്ക് ഇപ്പോഴും എത്രത്തോളം സ്വീകാര്യതയുണ്ടെന്ന് ഇത് വീണ്ടും തെളിയിക്കുകയാണ്.